23 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 21 മുതൽ 23 വരെ. ന്യായപ്രമാണത്തിൽ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു എന്നവിടെ കാണുന്നുണ്ട്. ദാസിയുടെ മകൻ ഹാഗറിന്റെ മകനായ ഇസ്മായേലാണല്ലോ. അവൻ ജഡപ്രകാരം ജനിച്ചതാണ്. ജഡത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇസ്മായേലിനെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. സ്വതന്ത്രയുടെ മകനായ ഇസ്ഹാക്കിനെ വാഗ്ദത്തത്തിൻ പ്രകാരം ജനിച്ച ദൈവവൈദ്യനായി പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന്റെ നിഴലായി കാണിച്ചുകൊണ്ടാണ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ സംസാരിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തോട് ചേർന്ന് വസിച്ച ഒരു മനുഷ്യൻ. അബ്രഹാമിന് ചില വെളിപ്പേരുകൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും, അല്ലെ? ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയാൻ കഴിയും. കാരണം സൊദോം ഗൊമോരയിലെ ന്യായവിധിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ മറച്ചു വെക്കാതെ അബ്രഹാമിനോട് ഞങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് അവനോട് ആ വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്ന, ദൈവത്തോട് സ്നേഹിതനായിരുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ പ്രഭു എന്നുള്ളൊരു പദവും അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളുടെ പിതാവ്, അല്ലെ? അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരെ കുറിച്ച് കാണാൻ കഴിയും. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന് 2 മക്കളായിരുന്നല്ലോ, ഇസ്മായേലും ആരൊക്കെയാണ്? ഇസ്ഹാഖും, അല്ലെ? ഇസ്ഹാഖ് എന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ? ഇസ്ഹാഖ് എന്ന പദത്തിന്റെ അർത്ഥം ചിരി, അല്ലെ? ഇസ്ഹാഖ് വാഗ്ദത്തത്താൽ ജനിച്ചവനാണ്. ഇനിയും ഒന്നും സാധിക്കുകയില്ല. നമ്മളിന്ന് ഇപ്പോൾ പാടിയതുപോലെ ഇനിയൊന്നും നടക്കുകയില്ല. വാഗ്ദത്തങ്ങളെല്ലാം കഴിഞ്ഞ് സമയമെല്ലാം കഴിഞ്ഞു പോയി. പുത്രോത്പാദനത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടു. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നു ഒക്കെ ചിന്തിച്ച് എല്ലാം ഉപേക്ഷിച്ചിരുന്ന അബ്രഹാമിന്റെ അടുത്തേക്ക് മമ്രയുടെ തോപ്പിൽ 3 ദൈവപുരുഷന്മാർ ഇറങ്ങി വന്നു. തീർന്നിട്ടില്ല അബ്രഹാമേ. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവം ചിലത് തുടങ്ങത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞു, എന്റെ സമ്പത്ത്, എന്റെ നന്മകളെല്ലാം എലയാസറിനാണെന്ന് ചിന്തിച്ച സ്ഥലത്താണ് മമ്രയുടെ തോപ്പിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നത്. അബ്രഹാമിനോടും സാറയോടും സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്നുള്ള അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് അബ്രഹാം മരിച്ച പിതാക്കന്മാരോട് ചേർന്നു. അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ഇസ്ഹാക്ക്. അബ്രഹാമിന്റെ മക്കളായിരുന്ന ഇസ്മായേൽ ഇസ്ഹാക്കിനും തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. ഇസ്മായേലിനെ പിന്നെ മറ്റ് വേദഭാഗങ്ങളൊന്നും ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്ഹാക്കിനെ വാഗ്ദത്തത്താൽ ജനിച്ചവനെ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടിന്യൂസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അബ്രഹാം, യാക്കോബ്, ഇസ്ഹാക്ക്, ഇങ്ങനെ ആ തലമുറകൾ ദൈവത്തോട് ചേർന്ന് നിന്ന് യാഹായിരിക്കുന്ന ദൈവം, യഹോവ ആയിരിക്കുന്ന ദൈവം. ഞാൻ ആ പാട്ട പാടിയത്, അല്ലെ? യാക്കോബിന്റെ കടവിൽ യാക്കോബിന് വേണ്ടി വെളിപ്പെട്ട ദൈവം. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ട ദൈവം. തലമുറകളെ ദൈവം സന്ദർശിക്കുവാൻ തുടങ്ങി. അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഇസ്ഹാക്കിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് ദൈവം ഇടപെട്ട ചില ഭാഗങ്ങൾ ഇതിനകത്ത് ധ്യാനിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനോട് സംസാരിച്ച അതേ ദൈവം, ഹല്ലേലൂയ, കടൽത്തരയിലെ മണൽ പോലെ നിന്റെ സന്തതിയെ ഞാൻ ആക്കി തീർക്കും, ഹല്ലേലൂയ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവരെ ഞാൻ ആക്കുമെന്നൊക്കെ വാഗ്ദത്തം ചെയ്ത ദൈവം. അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് അബ്രഹാം മരിച്ച പിതാക്കന്മാരോട് ചേർന്നപ്പോൾ വാഗ്ദത്ത സന്തതിയായ ചിരിയായിരിക്കുന്ന തന്റെ മകനായ ഇസ്മായേൽ എന്നോടെ പിന്നെ കാണുന്നില്ലേ? വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ചിരിയായിരിക്കുന്ന ഇസ്ഹാക്കിനോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. കാലഘട്ടം എത്ര കഴിഞ്ഞു പോയാലും, തലമുറകൾ എത്ര കഴിഞ്ഞു പോയാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിന്റെ ശബ്ദത്തിനും
ഒരല്പത്തിനും മാറ്റമില്ല. അവൻ നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാലും അടുത്ത തലമുറയോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരോട് ചേർന്ന് കല്ലറകളിൽ പോയാലും അടുത്ത തലമുറയോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സംസാരിക്കുന്ന ദൈവമാണ്. അടുത്ത തലമുറയായിരുന്ന ഇസ്ഹാക്കിനോട് ദൈവം സംസാരിച്ചു. ഇസ്ഹാക്കിനോട് ചില ഇൻസ്ട്രക്ഷനുകൾ ദൈവമോട് കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26:1 നമുക്കത് കാണാൻ കഴിയും. അബ്രഹാമിന്റെ കാലത്തുണ്ടായ പണ്ടുണ്ടായിരുന്ന അതേ ക്ഷാമം തന്നെ റിപ്പീറ്റ് ആകുന്നു. ആ ദേശത്തിന് ക്ഷാമമുണ്ടായി. അബീമേലെക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. Do not go down to Egypt. നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. മിസ്രയീം ജഡത്തെ കാണിക്കുന്നതാണ്. ആത്മാവിൽ മുന്നേറുന്ന നമ്മളോടും പരിശുദ്ധാത്മാവിനുള്ള ഈ രാത്രിയിലെ ദൂതാണ്. Do not go down to Egypt. താഴെ താഴ്ന്നിടത്തേക്ക്, ഹല്ലേലൂയ, താഴ്ചയിലേക്ക്, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് ജഡത്തിന്റെ ചിന്തകളിലേക്ക് ഇറങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത്. ഹല്ലേലൂയ. അബ്രഹാം മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. യാക്കോബ് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, അബീമേലെക്കും നവോമിയും ക്ഷാമമുണ്ടായപ്പോൾ ഹല്ലേലൂയ അവർ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ധൂർത്തപുത്രനെ കുറിച്ച് വചനത്തിൽ പറയുന്നു, ക്ഷാമമുണ്ടായപ്പോൾ അവൻ ധനവാന്റെ അടുക്കലേക്ക് പോയി. ഹല്ലേലൂയ. എന്താ മിസ്രയീമിന്റെ പ്രത്യേകത? മിസ്രയീമിൽ പൊന്നുണ്ട്, മിസ്രയീമിൽ പണമുണ്ട്, മിസ്രയീമിൽ സൽക്കാരങ്ങളുണ്ട്. വെള്ളത്തിൽ കുമിള പോലുള്ള ജഡീക സുഖങ്ങളുടെ ഒരു ഉറവിടമാണ് മിസ്രയീം. ഹല്ലേലൂയ. പണമുണ്ട്, സൽക്കാരങ്ങളുണ്ട്, പ്രതാപങ്ങളുണ്ട്. എന്നാൽ മിസ്രയീമിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്ന് നീ പണത്തിന്റെ പുറകെ, സൽക്കാരങ്ങളുടെ പുറകെ, പ്രതാപത്തിന്റെ പുറകെ, കൺമോഹത്തിന്റെ പുറകെ, ജനമോഹത്തിന്റെ പുറകെ പോയാൽ മിസ്രയീമിൽ നീ അടിമയാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ അടിമയാക്കും. അവർ നിന്നെ ഊഴിയ വിചാരകന്മാരാൽ പരിപാലിക്കും. ഹല്ലേലൂയ. നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകും. ഹല്ലേലൂയ. ജഡത്തിന്റെ പുറകെ പോയാൽ, ഹല്ലേലൂയ, കൺമോഹത്തിന്റെ പുറകെ പോയാൽ, ജീവനത്തിന്റെ പ്രതാപങ്ങളുടെ പുറകെ പോയാൽ, മിസ്രയീമിലേക്ക് അവിശക്തൻ താണിറങ്ങി പോയാൽ നീ അടിമപ്പെടുവാനിടയാകും. പിന്നെ തിരിച്ചു വരാൻ എളുപ്പമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ഒന്നും വേഗത്തിൽ തിരിച്ചു വരാൻ കഴിയത്തില്ല. ദൈവത്തോട് അടുത്തിടപെട്ട് ഹല്ലേലൂയ ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ എടുക്കേണ്ടി വരും. ചില അഡിക്ഷനുകളിൽ നിന്ന് മാറേണ്ടതിന്. അതുകൊണ്ട് ഇവിടെ ഇസ്ഹാക്കിനോട് ദൈവം പറയുകയാണ്, do not go down to Egypt. മിസ്രയീമിലേക്ക് പോകരുത്, നീ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് പാർക്കുക. Praise God. ഇപ്പോൾ ആയിരിക്കുന്ന പരിശുദ്ധാത്മ നിറവിൽ മുന്നേറുക. ഇപ്പോൾ ആയിരിക്കുന്ന വചന ധ്യാനത്തിൽ മുന്നേറുക. ഇപ്പോൾ ആയിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നേറുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ 31:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഇസ്രായേലിന്റെ പരിശുദ്ധങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, യഹോവയെ അന്വേഷിക്കാതിരുന്നാൽ, പരിശുദ്ധനിലേക്ക് തിരിയാതിരുന്നാൽ, മിസ്രയീമിലേക്ക് ജഡത്തെ ആശ്രയിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ജഡത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ജഡത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നെങ്കിൽ, പ്രഭുക്കന്മാരിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂറി, അവിടുത്തെ കുതിരകളുടെ ബലം കണ്ട്, അവിടുത്തെ രഥത്തിന്റെ ബലം കണ്ട്, അനവധി ഉള്ളത് കൊണ്ട് കുതിരച്ചേവകരുടെ മഹാബലവാന്മാരാണ്. രഥങ്ങൾ അവിടെ ഉണ്ട്, ശക്തിയായിട്ടുള്ള കുതിരകൾ അവിടെ ഉണ്ട്. എന്നാൽ അവയിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. മിസ്രയീമ്യർ ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾക്ക് ആത്മാവില്ല, അവർ ജഡമത്രേ.
മനുഷ്യരിൽ നാം ആശ്രയിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവ് ഒന്ന് കൈ നടിച്ചാൽ, കർത്താവ് ഒന്ന് കൈ നീട്ടിയ ഇതൊക്കെ ഇടിഞ്ഞ് താഴെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. യെരിഹോ എത്ര വലിപ്പമുള്ളതാണെങ്കിലും ഹല്ലേലൂയ 16 രഥങ്ങൾ കൂട്ടിക്കെട്ടി അതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുവാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള യെരിഹോ ആണെങ്കിലും ദൈവം യോശുവയോട് പറയും, ആ യോശുവയെ നീ സംസാരിക്കാതെ മിണ്ടാതെ 6 ദിവസം അതിന് ചുറ്റുകൂടെ നടക്കട, 7-ാം ദിവസം മാത്രം നീ ആർപ്പിട്ടാ മതി. ഹല്ലേലൂയ. 16 രഥങ്ങൾ മുകളിൽ ഓടിക്കുന്ന യെരിഹോവിനെ നിനക്ക് വിരോധമായിരിക്കുന്ന ജനത്തിന്റെ മേൽ മറിച്ചിടുവാൻ എന്റെ കരത്തിന്റെ വല്ലവത്വത്തിന് കഴിയുമെന്ന് അവന് തെളിയിച്ചു കൊടുത്തൊരു ദൈവം. വിശ്വസിക്കാമോ? അത്രയുള്ള മനുഷ്യന്റെ നിർവൃതിയൊക്കെ, അത്രയുള്ള മനുഷ്യന്റെ കരങ്ങളുടെ ബാഹുല്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളയുവാൻ കഴിയുന്ന, അവൻ കൈ നീട്ടിയാൽ തകർത്ത് കളയുവാൻ കഴിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇസ്ഹാക്കിനോട് ദൈവം പറയുക, നീ താഴോട്ട് പോകരുത്, ഇസ്രായേലിലേക്ക് പോകരുത്. ഹല്ലേലൂയ. 26-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്ത് ചെയ്യണം? ഈ ദേശത്ത് താമസിക്കുക. ഈ ദേശത്ത് താമസിക്കുക. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മ നിറവിലാണ് നിങ്ങളുടെ ആത്മീയ ജീവിതമെന്ന് നിങ്ങളുടെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സ്റ്റേബിളായി പോകുന്നെന്ന് നിങ്ങളുടെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ കോട്ടമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മ നിറവിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രത്യേകത? ദൈവത്തോട് ചേർന്ന് നിന്നുള്ള പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ദേശത്ത് നീ താമസിച്ചാലുള്ള പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്കും നിന്റെ പിതാവ് മരിക്കപ്പെട്ടു, പിതാക്കന്മാരോട് ചേർന്നെങ്കിലും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഈ ദേശത്ത് താമസിക്കുന്നെങ്കിൽ, നീ ആത്മീയ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം, സമയം സംബന്ധിച്ചിടത്തോളം നീ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ തുടരുന്നെങ്കിൽ, നീ ഇസ്രായേലിലേക്ക് പോകാതിരിക്കുന്നെങ്കിൽ, നീ ജനത്തെ ആശ്രയിക്കാതിരിക്കുന്നെങ്കിൽ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവം അടുത്ത തലമുറയായിരിക്കുന്ന ഇസ്ഹാക്കിനോട് പറയുക, താഴേക്ക് പോകരുത്, ഈജിപ്തിലേക്ക് പോകരുത്, ഇവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ഒരുപക്ഷേ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടായിരിക്കാം, ജോലിയുടെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, വിസയുടെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ജനത്തിൽ ആശ്രയിക്കരുത്, ഇവിടെ നിൽക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നിൽ വിശ്വസിക്കുക. ഈ പ്രതിസന്ധിക്ക് അകത്ത് കണ്ടിരിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇസ്ഹാക്കിന്റെ വാർത്തയുടെ അർത്ഥം നാം ചിന്തിച്ചേ ചിരിയെന്നാണ്. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തമാണ്, വാഗ്ദത്ത തലമുറയാണത്. നിന്റെ പേരിന്റെ അർത്ഥം തന്നെ ചിരിയെന്നാണ്, സന്തോഷം എന്നാണ്. ഹല്ലേലൂയ. നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ജനത്തിന്റെ ശക്തികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നീ ഈജിപ്തിലേക്ക് പോയാൽ, മിസ്രൈമിലേക്ക് പോയാൽ നിന്റെ പേരിന് മാറ്റം വരും, നിന്റെ വാഗ്ദത്തത്തിന് മാറ്റം വരും. ഹല്ലേലൂയ. ബേത്ലഹേം എന്നറിയപ്പെടുന്നത് അപ്പത്തിന്റെ ഭവനമെന്നാണ്. അപ്പത്തിന്റെ ഭവനം എന്നുള്ള സ്ഥലത്ത് നിന്ന് അബീമേലെക്കും കുടുംബവും ഹല്ലേലൂയ ശാപനിമിത്തം ഇറങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. അവരുടെ ഭവനത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിലേക്ക് പോകുവാൻ യോനയോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ അവരോട് തർശീസിലേക്ക് പോയി. അനുഗ്രഹമായിരുന്നോ തർശീസിലേക്കുള്ള യാത്ര? തർശീസിൽ ചെല്ലാൻ പറ്റിയോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിച്ചതിന് വിരോധമായിട്ടാണ് നിന്റെ യാത്രയെങ്കിൽ ഹല്ലേലൂയ നീ ആ യാത്രയ്ക്കുള്ളിൽ പ്രതിസന്ധി അനുഭവിക്കും. നിന്നെ ആ ബോട്ടിൽ നിന്ന് എടുത്തു കളയും. ഹല്ലേലൂയ. ജനതയോട്, മത്സ്യത്തിനോട് നീ കൽപ്പിച്ച്, അവൻ കൽപ്പിച്ച് ഹല്ലേലൂയ നിന്നെ ശബ്ദിക്കുവാനിടയായിത്തീരും. തർശീസ് നീ കാണത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി ചലിക്കുന്നവൻ ഹല്ലേലൂയ പരാജയപ്പെട്ടു പോകും.
എരിയുന്നത് ഹല്ലേലൂയ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്ന ദൈവം. ഇന്ന് രാത്രി എന്താ വേണ്ടത്? ഹല്ലേലൂയ. ജനത്തിൽ ആശ്രയിച്ച്, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ച് അങ്ങനെ ചില നന്മകൾ വേണോ? ഹല്ലേലൂയ. അതല്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം എനിക്ക് മതി എന്ന് പറയുന്നു. ദൈവം എന്നോട് കൂടെ ഇരുന്ന എനിക്കത് മതി. അതാണ് എന്റെ അനുഗ്രഹം. ഇസ്ഹാക്കിനോട് ദൈവത്തോട് പറഞ്ഞു, I will be with you and bless you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോൾ, പിറ്റേന്ന് യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ പിന്നെ വരുന്നത് കണ്ടപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ കുഞ്ഞാണെന്നുള്ള സംബോധനയ്ക്ക് കൊള്ളാം. ഹല്ലേലൂയ. എന്നാൽ യേശു വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഈ ശിഷ്യന്മാർ അനുഗമിക്കുകയാണ്. യേശു തിരിഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോകുന്ന കർത്താവിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. നീ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയണം. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച വന്ന് ആരാധിച്ചിട്ട് അടുത്ത ഒരാഴ്ച ദൈവത്തോട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതമല്ല. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരിക്കൽ സങ്കടം ദൈവത്തിന്റെ കുഞ്ഞാണ് അവൻ, ദൈവത്തിന്റെ കുഞ്ഞാണ് അവൻ, അലക്കപ്പെട്ട കുഞ്ഞാണ്. അതുപോലെ ഈ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവിനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആഴ്ചയിൽ ഒരിക്കൽ ആരാധിച്ച് ഹല്ലേലൂയ മടങ്ങി പോകുന്നവരെ പോലെ ആയിരുന്നില്ല ശിഷ്യന്മാർ. അവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് നോക്കിയപ്പോൾ ഈ പിള്ളേർ നമ്മുടെ പുറകെ വരിക, ഈ ശിഷ്യന്മാർ പുറകെ വരിക. നിങ്ങൾ എന്തെന്വേഷിക്കുന്നു? അവർക്ക് അറിയേണ്ടത്, കർത്താവേ നീ എവിടാ താമസിക്കുന്നത്? നീ എവിടെയാ? എന്തിനാ താമസിക്കുന്നത് എന്നാ ചോദിച്ചത്. അവരോട് പറഞ്ഞെന്താ? വന്ന് കാണി. അടുത്ത പദമൊന്ന് ശ്രദ്ധിച്ച്, അവനോട് കൂടെ പാർത്തു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇടയ്ക്കൊന്ന് സംസാരിച്ചിട്ട്, ഇടയ്ക്ക് ചില വിടുതലുകൾ നൽകിയിട്ട്, ഇടയ്ക്ക് ചില അത്ഭുതങ്ങൾ ചെയ്തിട്ട് മടങ്ങിപ്പോകുന്ന ഒരു കർത്താവിനെ അല്ല എനിക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളോടുകൂടെ പാർക്കുന്ന ഒരു ദൈവം. വിശ്വസിച്ച് അതുപോലെ ഏറ്റെടുത്താട്ടെ. നീ അവിടെ പാർക്കുന്നു, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾക്ക് അവിടെ വാസിക്കണം. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, അത്ഭുതങ്ങൾ നിന്റെ പക്കലുണ്ട്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇനി ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇനി ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നവർ ഇനി മീൻ പിടിക്കുന്നില്ല. വല കഴുകുന്നവർ ഇനി വല കഴുകുന്നില്ല. കൂടാരപ്പണി ചെയ്യുന്നവർ ഇനി അത് ചെയ്യുന്നില്ല. ഇനി കർത്താവിനോട് വാക്കുന്ന ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇനി നീ മതി, നിന്നോടുള്ള ബന്ധം മതി, നീയുമായിട്ടുള്ള സാന്നിധ്യം മതി, നീയുമായിട്ടുള്ള കൂട്ടായ്മ മതി. അതാണ് ഞങ്ങളുടെ അനുഗ്രഹം. ഇന്ന് രാത്രി ശനിയാഴ്ച Oh
കർത്താവ് വരെ വിലക്ക് ഇല്ല അല്ലേ? ഹല്ലേലൂയ. ഈ കർത്താവ് ഒരിക്കലും നിന്നെ വിലക്കത്തില്ല. നീ അവനോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറ്റില്ലെന്ന് പറയുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ഹല്ലേലൂയ. നിന്നെ ചേർക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. നിന്നെ അടുത്ത് പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമാണ് ദൈവം. യോഹന്നാനെ മാറോട് ചാരി പിടിച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയും. അതിലൂടെ ഒന്ന് വന്നിട്ട് നമ്മൾ ആരാധിക്കാൻ പോവുക. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 24 അധ്യായം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം സംഭവം എന്താണ്. എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ള, ഞാൻ ഈ ഭാഗം എടുത്തപ്പോൾ ഇന്ന് പകരം ഞാൻ ചിന്തിച്ചു, ഇത് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണല്ലോ. ഹല്ലേലൂയ. ചിന്തിച്ചു അതിനകത്ത് 2-3 വേർഡുകൾ, 2-3 വാക്യങ്ങൾ എന്റെ കണ്ണിൽ ഉടക്കി. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞു, നീ സംസാരിച്ചാണെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ സംസാരിക്കുക. ഹല്ലേലൂയ. അതിനകത്ത് 2-3 പദങ്ങൾ എന്നെ ഉടക്കി. പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോവുക. നമുക്കറിയാം ആ ഭാഗങ്ങൾ. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ വെളിപ്പെടാൻ പോകുന്നു. തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോകുന്നു. ഹല്ലേലൂയ. കാറ്റായി തീയായി അവരുടെ മധ്യേ വെളിപ്പെടുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ വിട്ട് നിങ്ങൾ യെരൂശലേമിനെ വിട്ട് വാങ്ങിപ്പോകരുത്, നഗരത്തിൽ തന്നെ പാർക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടും എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ നടന്നു പോവുക. എന്നാൽ കർത്താവ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭാഗം ചിന്തിച്ചിട്ടുള്ളത് എന്നാൽ എന്നെ സ്പർശിച്ച ആ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ആരാധിക്കാൻ പോവുക. 24-ന്റെ 28-ാമത്തെ വാക്യം. അവർ പോകുന്ന ഇങ്ങനെ സംസാരിച്ചൊക്കെ പോയി, നമ്മുടെ ഭാഗം ചിന്തിച്ചിട്ടുള്ള സംസാരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്താ? തിരുവഴുത്തുകളെ, ഹല്ലേലൂയ, പ്രവാചക പുസ്തകങ്ങളൊക്കെ തിരുവഴുത്തുകളൊക്കെ സംസാരിച്ച് യേശു കർത്താവിനെ കുറിച്ച് തന്നെ ഹല്ലേലൂയ കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ സംസാരിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ ഹൃദയം എന്ത് ചെയ്താ? കത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ധ്യാനത്തിങ്കൽ തീ കത്തുന്നത് പോലെ അവരുടെ ഹൃദയം കത്തി തുടങ്ങിയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 28-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. അവർ പോകുന്ന ഗ്രാമത്തോട്, അതാണ് അവർ ചെല്ലാൻ അവരുടെ ഡെസ്റ്റിനേഷൻ എടുത്തപ്പോൾ, അവരുടെ വീട്ടിലേക്ക് അവർ പോകാൻ ഉദ്ദേശിച്ച ഗ്രാമത്തോട് അവർ എടുത്തപ്പോൾ അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ച്. കർത്താവ് പോകാൻ ആഗ്രഹമുണ്ടോ? ആ പദത്തിന്റെ അർത്ഥം എന്താ? കർത്താവ് പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഭാവം കാണിച്ചു. പോകുന്ന പോലെ കർത്താവ് ഒരിക്കലും അവരുടെ അടുത്ത് പോകാൻ ആഗ്രഹമില്ല. പക്ഷെ പോകുന്ന പോലെ കാണിച്ചു. അവരോ ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. ആ പദം ശ്രദ്ധിച്ച്, നിർബന്ധിച്ചു. പ്രിയരെ, വെറുതെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വെറുതെ പരിശുദ്ധാത്മാവ് നിറയാൻ പറ്റത്തില്ല. വെറുതെ കൃപാവരങ്ങൾ ജ്വലിക്കാൻ പറ്റത്തില്ല. ഒന്ന് നിർബന്ധിക്കണം. രാത്രി നിർബന്ധിക്കാമോ? ഹല്ലേലൂയ.
30-31 വാക്യം കൂടെ വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോവേ. ഹല്ലേലൂയ. കർത്താവിന്റെ വീട്ടിൽ പാർപ്പാൻ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 30-ാമത്തെ വാക്യത്തിൽ അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് മുറുക്കി അവർക്ക് കൊടുത്തു. അടുത്ത പദം, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് പ്രത്യക്ഷനായി. കൂടെ പാർക്കാൻ വിളിക്കുന്ന ദൈവങ്ങളെ, നിന്റെ കണ്ണിനെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുമ്പിൽ അവനെ പ്രത്യക്ഷനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ച് അവനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. നമുക്ക് എഴുന്നേൽക്കാൻ പ്രശ്നം ആരാധിക്കുവാൻ പോവുകയാണ്. വിശ്വസിച്ച് ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരിക്കൽ ചില വേദഭാഗങ്ങൾ കേട്ട്, ചില ആലോചനകൾ കേട്ട്, ചില ദൈവിക ദൂതുകൾ കേട്ട് നാം ശക്തിപ്പെട്ട് വണങ്ങുന്നവരായിട്ടില്ല. ഹൃദയത്തിന് തീ പിടിച്ച് ധ്യാനത്തിന്റെ തീ കത്തി പ്രവചന ദൂതുകളൊക്കെ കേട്ട് ഒന്ന് കത്തിപ്പോകുന്നവരായിട്ടല്ല. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്, എന്റെ കൂടാരത്തിലങ്ങ് പാർക്കണം. യോബ് പറയുന്ന ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കർത്താവേ, എന്റെ കൂടാരത്തിൽ അങ്ങയുടെ സാന്നിധ്യമുള്ളത്, അങ്ങന്റെ കൂടാരത്തിൽ പാർക്കണം. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു നല്ല കാലം എനിക്കുണ്ടായിരുന്നു. യഹോവയുടെ സാന്നിധ്യം അവന്റെ ഭക്തന്മാരോടൊപ്പം. ഇന്ന് രാത്രി വിശ്വസിച്ച് യഹോവയുടെ സാന്നിധ്യം അവന്റെ ഭക്തന്മാരോടൊപ്പം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നെങ്കിലും ഇന്ന് രാത്രി അവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സാന്നിധ്യത്തോടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ഞങ്ങളോടുകൂടെ പാർക്കാം. കർത്താവേ, നീ എവിടെ പാർക്കുന്നു? ഹല്ലേലൂയ. നീ നിന്നോടുകൂടെ പാർക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവർ അവനോട് കൂടെ പാർത്തു.